അണ്ണ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ അണ്ണോട്. അണ്ണൻ ഈയുടെ മഹിമ നമ്പേര് തേച്ചു എന്നുള്ള വാർത്ത സത്യമാണ്? അല്ല എനിക്ക് പുള്ളിക്കാരത്തി ഭയങ്കര ഇഷ്ടമാണ്. നല്ല സംസാരിക്കാം. പുള്ളിക്കാരത്തിന് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ പുള്ളിക്കാരത്തി അമ്മയോടെ പറഞ്ഞത്. അപ്പൊ അമ്മയോട് പറയുന്ന മുമ്പേ പറഞ്ഞു നിങ്ങൾ പറയുന്നത് കേൾക്കണ്ട പറഞ്ഞു. നിങ്ങൾ പറയുന്നത് കേൾക്കണ്ട പറഞ്ഞു. പിന്നീട് പോയി എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല നല്ല സംസാരത്തോടെ ഇഷ്ടപ്പെട്ടു. അല്ല ഇപ്പൊ ഇങ്ങനെ ക്രഷ് എന്നൊക്കെ പറയുമ്പോള് ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും കുറെ ട്രോളുകളും അങ്ങനെയൊക്കെ വരുമെന്ന് തോന്നുന്നു. പ്ലാൻ ചെയ്തൊന്നല്ല, എനിക്ക് നാച്ചുറൽ ആയിട്ട് തോന്നുന്നതാണ്. നടിമാർ മാത്രല്ല അല്ലാത്തവരോടും പറഞ്ഞിട്ടാ. പക്ഷെ എല്ലാം റിജക്ഷനാണ്. ഇത്രയും വിവാദം ഉണ്ടായിട്ടും മന്ദാകിനി സിനിമയില് നമ്മുടെ അനാർക്കലി മരക്കാർ ഇപ്പോഴും അണ്ണനോട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. 20 സെക്കൻഡ് സംസാരിക്കുന്ന പറഞ്ഞത്. 20 സെക്കൻഡ് അണ്ണൻ സംസാരിച്ച് നിർത്തും. അപ്പൊ അതുവരെ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചു അനാർക്കലി മരക്കാർ. മനസ്സിലായി? ആദ്യത്തെ ഒരു കൃഷി പേര് പറയുന്നില്ല. ആദ്യത്തെ കൃഷി അങ്ങനെ ആദ്യം പുള്ളിയോട് അങ്ങനെ പറഞ്ഞില്ല. അത് കുറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് കൂടിയും അനാർക്കലി മരക്കാരും പിന്നെ മിസ്സിംഗ് ഗേളിലെ നായികമാരൊക്കെ സംസാരിച്ചു. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താ പറയാ? എനിക്ക് ഒരുപാട് മനസ്സിലുണ്ട്. ദിവ്യ പിള്ളേ ഒരുപാട് പേരുടെ കോണ്ടാക്ട് ഉണ്ട്. അവർ നല്ല രീതിയിൽ പെരുമാറുന്നു. ഫസ്റ്റ് പ്രണയത്തിലുണ്ടായ അബദ്ധം കോണ്ടാക്ട്സ് വെച്ചേ അണ്ണൻ ഈ സിനിമയിൽ നായികമാർക്കൊപ്പം ക്യാരക്ടർ റോൾ ചെയ്യാൻ പാടില്ല. എനിക്ക് അങ്ങനെ ആക്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ല. അതൊരു കാര്യം പറയാം, അണ്ണനിപ്പോ ആക്ട് ചെയ്യേണ്ട കാര്യം ഇല്ല. അണ്ണൻ വൈറലാണ്. ആറാട്ടനെ അറിയില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ കേരളത്തില്? പെരേര മാത്രം അറിയില്ല, ബാക്കി എല്ലാവരും അല്ലേ? അണ്ണ പിന്നെ വേറെ കേസുണ്ട്. വിളിക്കണ്ട എന്നെ പിന്നെ എല്ലാം അമേരിക്കയിൽ നിന്നും UK യിൽ നിന്നും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എല്ലായിടത്തും വിളിക്കണ്ട. അതിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മള് ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി, അപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ കേരള സ്റ്റോറിൽ വില്ലൻ വേഷം ചെയ്തു. ആ ഒരു സിനിമയിലേക്ക് അതിലെനിക്ക് സന്തോഷേട്ടന്റെ ഒരു വർക്കിൽ വരുന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു, പണ്ഡിറ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കൃഷ്ണൻ രാധ പോലത്തെ മൂവി ഇറങ്ങുമ്പോൾ അതിന്റെ താഴെ എന്താണെന്ന കമന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, പച്ചത്തറിയാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പേജിന്റെ താഴെ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ടും നല്ല കമന്റ്സ് ആണ്. ആദ്യമേ ഇപ്പൊ പെരേരയ്ക്കായിട്ട് അണ്ണനായിക്കോട്ടെ, ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരാള് ഫേമസ് ആവുന്ന പറഞ്ഞത് ഭയങ്കര ഇതാണ് ജനമനസ്സുകളിലേക്ക്. കാരണം എന്ന് വെച്ചാൽ ഒരാൾ ഓടി ഒന്ന് ഫോട്ടോ എടുക്കുക അല്ലേ? നമ്മളല്ലേ ഒന്നുമല്ല അണ്ണാ. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ബിനു അടിമാലിച്ചേട്ടൻ, അതുപോലെ തന്നെ ദിലീപ് ഏട്ടൻ, ഇവരൊക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ താഴെ ആളുകൾ തെറി വിളിക്കുന്നുണ്ട് പല പേഴ്സ്. ഇപ്പൊ സുരേഷ് ഗോപി ചേട്ടൻ ഇപ്പൊ ഈയിടെ ഇപ്പൊ നമ്മുടെ ആ ഒരു സ്ഥാനം ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് നെഗറ്റീവ് വരാത്തത്. കാരണം എന്താന്നൊരു കമന്റ് നെഗറ്റീവ് ഇപ്പൊ നടിമാർക്കാണെങ്കിൽ നടന്മാർക്കാണെങ്കിലും ഉണ്ട്. സുരേഷ് ഗോപി വിജയിക്കും എന്ന് കേരളത്തിൽ ഏക പറഞ്ഞ ആൾ ഇങ്ങേരാണ്. ബാക്കി എല്ലാരും പോകുന്നു പറഞ്ഞു. അത് നേരാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ വ്യക്തിയും പെരേരയാണ്. ഇപ്പൊ സുരേഷ് ഏട്ടനെ പറ്റി വിജയിക്കുമെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പോളേ അദ്ദേഹം ഞാൻ പറഞ്ഞിരുന്നു, സുരേഷ് ഏട്ടൻ ഈ കൊല്ലം തൃശ്ശൂർ കൊണ്ടുപോകുമല്ല, അങ്ങനെ മച്ചാമാങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഇട്ടിരുന്നു. അപ്പോള് കുറെ മീഡിയക്കാര് പറഞ്ഞിരുന്നു സുരേഷ് ഗോപി ജയിക്കില്ല എന്ന്. പേരെടുത്ത് പറയുന്നില്ല. കുറച്ച് ആറാട്ട സന്തോഷം ഉറക്കി പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ മാക്കും പറഞ്ഞിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു ജയിക്കുമെന്ന്. കാരണം പുള്ളിയുടെയൊക്കെ 2 മക്കളെ, ഇപ്പൊ ഗോകുൽ സുരേഷിനാണെങ്കിലും പിന്നെ ഒരു താഴത്തുണ്ടല്ലോ മാധവായിട്ട് ചെറിയൊരു കമ്പനി ഉണ്ട്. കാരണം നമ്മുടെ കിങ് ഓഫ് കോത്തഡ് ലൊക്കേഷന് വെച്ച് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോ പുള്ളി ഹോട്ടലിൽ കൊണ്ടുപോയി വർത്താനം പറയിച്ചിരുന്നു. അപ്പൊ കുമ്മാട്ടി കളിയുന്ന പടം കാണണമെന്ന് മാധവ് പറഞ്ഞിരുന്നു. അപ്പോ എനിക്ക് അങ്ങനെ ഒരു സ്നേഹം വന്നു. കാരണം അന്ന് മാത്രമേ കണ്ടില്ലെങ്കിലും പിന്നെ ഓരോ പ്രോഗ്രാംസിനെ ബോഡി ഗാർഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ അന്നത്തെ ഒരു ദിവസം കണ്ടില്ലെങ്കിലും ഒരു സ്നേഹമുണ്ട് അവർക്ക്. നമ്മളെ അന്ന് അത്ര വൈറലായിരുന്നില്ലെങ്കിലും ആ ഒരു റിവ്യൂ പറഞ്ഞ രീതി അവർക്കൊക്കെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലത്തെ ആൾക്കാര് മക്കളാണല്ലോ അവര്. അപ്പൊ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ നല്ല രീതി വരുമെന്ന് ഓർത്തിരുന്നു. അങ്ങനെ പറഞ്ഞു ജയിച്ചല്ലോ. ഇപ്പൊ എന്താ പറയുക? ഭയങ്കര കഷ്ടമല്ല. നല്ല കാര്യല്ലേ നല്ല മനുഷ്യനാണ്. ആളെന്തോരായി. എനിക്ക് സന്തോഷ. ഗോകുൽ സുരേഷ് ഏട്ടൻ പറഞ്ഞു, ഒരു നടി പണ്ട് നാട്ടിലെ പേര് ഞാൻ പറയുന്നില്ല, വിവാദവും. അപ്പൊ ഒരു മലയാള സിനിമ നടി സുരേഷ് ഏട്ടൻ ജയിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. മനസ്സിലായോ? അത് പണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ. നടിയാകും മുമ്പ് പറഞ്ഞാണെന്ന് പറയുന്നുണ്ട്. ഒരു വീഡിയോ ക്ലിപ്പേ വൈറലാവുന്നുണ്ട്. അപ്പോ അത് ഇപ്പോഴെടുത്ത് കുത്തിപ്പൊക്കിയിടേണ്ട ആവശ്യമില്ലായിരുന്നു.
അത് സോഷ്യൽ മീഡിയയുടെ ഒരു തെണ്ടിത്തരമാണ്, മനസ്സിലായി? ആ നടിയുടെ അപമാനിക്കുക, പിന്നെ അതിന്റെ പുറകെ വിവാദങ്ങളായിട്ട് ഇന്റർവ്യൂ പോകുക, അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഇതിപ്പോ ആരും ഇന്റർവ്യൂ ചെയ്യട്ടെ. അല്ല ഞാൻ അറിഞ്ഞോ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇട്ടോ? ഡിസബിലിറ്റി ഇല്ലല്ലേ? ഫിലിം ഇന്റർവ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട്. ഞാൻ ചോദിച്ചാൽ അതല്ല, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇട്ടോ? ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇട്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 10ാം ക്ലാസ് സ്വന്തമായിട്ട് 50,000 പാസ്സാവേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? ക്ലിയർ ആയില്ല. അല്ല എനിക്കറിയാവുന്ന ഒരാള് നേരെ അടിക്കാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ പറഞ്ഞു നേരെ അടിച്ച് കഴിഞ്ഞാൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്.